ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ടെക് ബ്ലോഗ്സ് മീറ്റിംഗ് വർഗീസ് ഫ്രം മാവേലിക്കര. ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം നല്ലതാണോ അതോ ഇനി ചീത്തയാണോ ഇല്ലയൊന്നൊന്നും അറിയത്തില്ല. ഓക്കെ, സബ്ജക്റ്റിലോട്ട് കിടക്കാം. എയുടെ അനന്തരഫലങ്ങൾ അല്ല, അനന്തരഫലങ്ങൾ എന്നല്ല, ഫ്യൂച്ചറിലോട്ട് എ എങ്ങനെ ആയിരിക്കും. എൻ്റെ എന്നല്ല, ഞാൻ കുറച്ച് മറ്റുള്ള സൈറ്റുകളിലും എല്ലായിടത്തുനിന്നും പഠിച്ചത് പ്രകാരം എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ, ഇത് ജസ്റ്റ് ഒരു ഫണ്ണിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ വേറൊരു രീതിയിലോ ഞാൻ പറയുന്നതല്ല. കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഇപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ വരുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ, പല കാര്യങ്ങളും നമ്മൾ എടുത്തു നോക്കാം. ഇപ്പോൾ ഫോട്ടോഷോപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ, ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം കൂടി ഇരിക്കുമ്പോഴായിരിക്കും അപ്ഡേറ്റ് വരുന്നത്. പക്ഷേ ഏടെ ടെക്നോളജി എന്ന് പറഞ്ഞത് അതിവേഗത്തിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അത് നൂതനമായ സാങ്കേതിക വിദ്യകളെന്ന് പറഞ്ഞാൽ പെർ സെക്കൻഡ് ബേസ് ചെയ്തിട്ടാണ്. ഇപ്പം അറിയാം, ഇപ്പം per day വെച്ചല്ല, ചിലപ്പോൾ മേ ബി മണിക്കൂർ വെച്ചിട്ടാണ് ഇതിൻ്റെ അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്കറിയാം, ഇപ്പം ഒരു വീഡിയോ കാണുവാണെങ്കിൽ, ഒരു ക്ലിപ്പ് കാണുവാണെങ്കിൽ അത് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ല. കാരണം അത്രത്തോളം സ്വാധീനം വന്നിരിക്കുന്നുണ്ട്. ഇപ്പം ബേസിക് ആയിട്ട് ഓർക്കുവാണെങ്കിൽ, പുതിയ കുറച്ച് സിനിമകളിലൊക്കെ, ഹോളിവുഡിലൊക്കെ എക്ക് വേണ്ടി മാത്രമുള്ള സെക്ഷൻസ് ഒക്കെ ഫ്യൂച്ചറിൽ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്ന സബ്ജക്റ്റ് എന്തെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മളിപ്പം പലരും ഒക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾ ജനിച്ച് ജീവിച്ച് പഠിച്ചെന്ന് പറഞ്ഞാൽ, ചിലവർ MBBS വേണ്ടി പഠിച്ചു, ചിലവർ എൻജിനീയറിങ്ങിന് വേണ്ടി പഠിച്ചു, ചിലവർ ബിസിനസ് ആവാൻ വേണ്ടി പഠിച്ചു. അങ്ങനെ ഒരു മെത്തേഡ് പഠിച്ചു വലിയൊരു ടെക്ക് എന്നല്ല, അവരുടെ മേഖലയിലോട്ട് അവർ പോകാൻ ശ്രമിക്കും. പക്ഷേ ഇതൊന്നും പഠിക്കാതെ തന്നെ അധികം വൈകാതെ മാക്സിമം പോവുകയാണെങ്കിൽ ഒരു 5-6 കൊല്ലത്തിനുള്ളിൽ, 5-6 ഒരു 10 കൊല്ലത്തിനുള്ളിൽ തന്നെ മനുഷ്യന്റെ ബ്രെയിനിൽ തന്നെ മാറ്റാനും പറ്റുന്ന ഒരു ചിപ്പ് ഘടിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ പറയുന്ന പൊട്ടത്തരമാണെന്നുള്ളത് നിങ്ങൾ പലരും ഇത് കേട്ടിട്ട് ഒന്ന് ചിന്തിക്കുമായിരിക്കും. പക്ഷെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. കൂടുതലൊന്നും പോണ്ട, ഒരു 10-15 വർഷം മുമ്പ് കേരളത്തിൽ ഉള്ളവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ, ഇപ്പം കേരളത്തിൽ നല്ല എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഈ കണ്ടുകൊണ്ട് സംസാരിക്കാം, അല്ലെങ്കിൽ ദൂരെയുള്ള ഒരാളെ കണ്ടുകൊണ്ട് സംസാരിക്കാം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുകൊണ്ട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് വീഡിയോ കോളിങ്, മൊബൈൽ. അതുപോലെ എന്തെല്ലാം അപ്ഡേഷൻസ് ഒക്കെ വന്നേക്കുന്നു. വളരെ പ്രവചനാതീതമാണ്. കാരണം എന്താന്ന് പറഞ്ഞാലും, തങ്ങളുടെ കോഴ്സുകൾ എന്താ, തനിക്ക് ഇഷ്ടപ്പെട്ട അഭിരുചി എന്താന്ന് പഠിച്ചാൽ അതനുസരിച്ചുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക. ഒരു പക്ഷേ പഠിക്കേണ്ട ആവശ്യകതയൊന്നുമില്ല. പിന്നെ അത് മാത്രമല്ല, ഇപ്പം നമ്മുടെ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു നല്ലൊരു ഡോക്ടർ ഇപ്പം ന്യൂറോയിൽ നിൽക്കുന്ന ഒരു ഡോക്ടർ ആയിരിക്കാം. അദ്ദേഹം പെട്ടെന്ന് മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം നടക്കുന്ന ഒരു സംഭവം എന്താന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിന്റെ സേവനങ്ങളും നല്ല സേവനങ്ങളും കാര്യങ്ങളും അതോടുകൂടി നഷ്ടപ്പെടുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ റോബോട്ട് എന്ന് പറഞ്ഞ ഫിലിംസ് ഒക്കെ കണ്ടുമായിരിക്കും. ഇതിനിപ്പം ചെയ്യാൻ പോകുന്ന ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഇതില്ലാതെ തന്നെ അദ്ദേഹം നടത്തുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ബ്രെയിനിലൂടെ എടുത്തുനിന്ന് സർവർ ഒരു പെൻഡ്രൈവ് എടുത്ത്, ഇപ്പം നമ്മൾ കാണുന്നത് പോലെ പെൻഡ്രൈവിലെ ഫയൽസും കാര്യങ്ങളും എടുത്ത് വേറൊരു കമ്പ്യൂട്ടറിൽ നിന്ന് എടുത്തിട്ട് മറ്റൊരു കമ്പ്യൂട്ടറിൽ കുത്തുന്നത് പോലെ ആയിരിക്കും. അപ്പം ഡേറ്റാസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത് പോലെ തന്നെ മനുഷ്യന്റെ അഭിരുചികളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ള ഘടകങ്ങളൊക്കെ വരാനുള്ള ചാൻസുകളുണ്ട്. ഇതൊക്കെ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒരു പക്ഷെ ഞാനിപ്പോൾ പറയുന്ന ഇത്രയും കാര്യങ്ങൾ കേട്ടിട്ട് എനിക്കൊരുപ്പുണ്ട്, നിങ്ങൾ ഭൂരിഭാഗം ആൾക്കാർക്ക് ബോറടിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. ശരിയാണ്, ഭൂരിഭാഗം. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ആൾക്കാർ വേറൊരു കാര്യം പറയാം. ഇപ്പം ഒരു വീട്ട് യുവാക്കന്മാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ, യുവാക്കന്മാർക്കും യുവതികൾക്കും എന്ന് പറഞ്ഞാൽ അവിടെ
ചിലവർ ജിമ്മിൽ പോകുന്നു, എന്തിന് നല്ല രീതിയിൽ ശരീരം വെക്കാനും ഒക്കെ കാര്യങ്ങളും ഒക്കെ ജിമ്മിൽ പോകുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, അവരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള കാര്യങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പഠിക്കുന്നു. പക്ഷെ അവരെന്ന് പറഞ്ഞാൽ അവരുടെ ടേസ്റ്റ് എന്താണെന്ന് അറിയുവാണെങ്കിൽ ഇനി വരുന്ന കാലയളവില്ല, ഈ മനുഷ്യന്റെ ഇത് വരുന്ന കാലയളവില് എന്താന്ന് വെച്ചാൽ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ അത് ഏയോട് പറഞ്ഞ അതിൻ്റെ ടെക്നോളജി അനുസരിച്ച് അത് വേറൊരു രീതി കൺവേർട്ട് ആക്കി വെക്കും. മനുഷ്യന്റെ ശരീരത്തിൽ ഇൻജെക്ഷൻ ചെയ്യുന്നത് പോലെ തന്നെ ആ പേര് അതെന്തായിരിക്കും എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ പല മൂവീസിലും ഒക്കെ കണ്ടിട്ടുണ്ട്. മൂവീസ് ഒന്നല്ല, ഇത് യാഥാർത്ഥ്യമാകാൻ പോകുന്നതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ പണ്ടൊരു കാലയളവിൽ എന്ന് പറഞ്ഞ പോലെ 5 വർഷം മുന്നേ ഇപ്പം ഡെലിവറി ഫീൽഡ് ഒരുപാടുണ്ട്. ഈ നമ്മുടെ ഈ ആമസോൺ, ഫ്ലിപ്കാർട്ട്, പിന്നെ സുമാറ്റോ, സ്വിഗ്ഗി എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ അതിൻ്റെ ഡെലിവറി ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെലിവറി ബോയ്സ് അല്ല, ഡെലിവറി ഗേൾസ് ആണ് നമുക്ക് സാധനങ്ങൾ എത്തിച്ചു തരുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അന്ന് ഒരു 5 വർഷം മുമ്പ് ഈ നമ്മുടെ വീട്ടിൽ പറന്നു വരുന്ന കാര്യങ്ങൾ പോലും ചിന്തിക്കാൻ പറ്റത്തില്ല. അതായത് നമ്മൾ കസ്റ്റമൈസ് ചെയ്തും ഓർഡർ ചെയ്ത സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ ആരുടെയും സഹായമില്ലാതെ നമ്മുടെ വീട്ടിൽ വരുന്നത്. പക്ഷെ ഇന്ന് അത് ചിന്തിക്കാൻ പറ്റും. കാരണം ഇപ്പം ദുബായിൽ അതുപോലത്തുള്ള പരീക്ഷണങ്ങളൊക്കെ വിജയകരമായിട്ട് പൂർത്തിയായിട്ടുണ്ട്. പലയിടത്തും ഡെലിവറി ചെയ്യുന്നത് റോബോട്ടുകളാണ്. പലയിടത്തും ഇതൊക്കെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അതുകൂടാതെ അനന്തരഫലങ്ങൾ ഒരുപാടുണ്ട്. ഇങ്ങനെ കടന്നു പോവുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ മനുഷ്യന് യാതൊരുവിധ പ്രസക്തിയും നമ്മുടെ എന്താ പറയുക സൊസൈറ്റി ഇല്ലാതായി പോകുമെന്നാണ് തോന്നുന്നത്. ഓക്കെ, ഞാൻ നിങ്ങളെ ഒരുപാട് വെറുപ്പിച്ചോ ഇല്ലെന്ന് അറിയത്തില്ല, പക്ഷെ യാഥാർത്ഥ്യങ്ങളാണ്. ഇത്രയും നോക്കിയപ്പം എനിക്കത് പറയണമെന്ന് തോന്നി. അപ്പോൾ ഓക്കെ, ഇറ്റ്സ് മീ ടിനു വർഗീസ് ഫ്രം ടി ബ്ലോഗ് സൈനിങ് ഔട്ട്.